ഈ ജിമ്മിൽ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഒരു ശല്യമുള്ള സംഭവം. ഇപ്പോൾ ഭയങ്കര അടിപൊളി ഫിസിക്കുള്ള ഒരാളൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ആൾക്കാർ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. നമ്മളെപ്പോലെ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാരിങ്ങനെ നോക്കുന്നത് നമുക്കെന്തോ ഒരു പുച്ഛഭാവമായിട്ട് തോന്നും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു ട്രൈപ്പോഡൊക്കെ കൊണ്ടുപോകുന്ന ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ കൊണ്ട് ബോട്ടിൽ താഴെ വയ്ക്കുക, അവിടെ വയ്ക്കുക, അത് നോക്കും. പക്ഷേ അതൊന്നും എപ്പോഴും താഴെ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരു വീഡിയോ കണ്ടത്, ജിം പോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം, എന്താണ് ഈ ജിം പോഡ് എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം വാങ്ങി. സോ ഭയങ്കര മാർക്കറ്റിംഗ് ആയിരുന്നു. അതായത് മേ ബി നമ്മൾ ഈ മനസ്സിൽ കാണുന്നത് ഇൻസ്റ്റാഗ്രാം മുകളിൽ കാണുന്ന പറയുന്ന പോലെ നമ്മളെന്ത് വിചാരിച്ചാൽ ഇൻസ്റ്റാഗ്രാം അപ്പോൾ തന്നെ ആഡും കുറേ റീൽസും എവിടെ നോക്കിയാലും ജിം പോഡിൻ്റെ റീൽസ് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഇതെന്താണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിച്ചു. സോ ഇതൊക്കെയായിരുന്നു ആഡ്. സോ ദിസ് ജിം പോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ എൻറ്റയർ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. ശരി, നമ്മുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും വാങ്ങി. നമ്മൾ നോക്കത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. വീഡിയോ ഫുട്ടേജ് കണ്ടു കാണുമല്ലോ. സോ അത് കണ്ടപ്പോൾ മതിയായി, ശരി എന്തായാലും ഒരു വീഡിയോ ഇടണം. ഇത് ഉടായ്പ സാധനമാണ്, ചുമ്മാ ആൾക്കാരെ മാതിരി പറ്റിക്കുകയാണ്. സോ ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ സെറ്റാക്കി. സോ ജിം ബോർഡ് വേണ്ട, നിങ്ങളൊരു സ്റ്റാൻഡ് പോലെ, അതിൻ്റെ പേര് സിഗ്നി ബോർഡ് എന്നാണ്. പക്ഷെ അത് കൊള്ളാം, അത് സീരിയസ്ലി ദാറ്റ്സ് എ ഗുഡ് വൺ. സോ അത് വാങ്ങിച്ചാൽ മതി, ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഇറക്കി. പക്ഷേ അവിടെയാണ് പാളിയത്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ എത്തിയിട്ട് കുറേ ആലോചിച്ചു, ഇങ്ങനെ ഒരു സാധനം ഇറങ്ങി ഇത്രയും പേര് മാർക്കറ്റ് ചെയ്യുമ്പോൾ അത്രയും പൊളിയായിരിക്കുമോ എന്ന് കുറേ ആലോചിച്ചു. അപ്പോഴാണ് അതിൽ ഞാനൊരു സാധനം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഫോണിൻ്റെ പിന്നാലെ നമ്മളൊരു റിങ് നമ്മൾ ഫിക്സ് ചെയ്യും, അത് അന്നേ ഫിക്സ് ചെയ്താൽ. അതിനുശേഷം ആ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതാണ്. സോ ഇതിൻ്റെ പുറകിലും ഒരു റിങ് ഇല്ലേ, ആ റിങ് റിമൂവ് ചെയ്യണം. സോ ഒരു സെക്കൻഡ്, ആ റിങ് റിമൂവ് ചെയ്യുമ്പോൾ റെഡ്, ഈ റെഡ് ലെയർ കാണാൻ പറ്റണം. ഇതാണ് കറക്റ്റായ മെത്തേഡ്. ഒരു മിനിറ്റ്, ഇപ്പോൾ ഇത് കിട്ടിയ ശേഷം പാകമല്ലേ, ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. സോ ഐ ഷോ യു, ജസ്റ്റ് കം വിത്ത് മീ. ഇവിടെ വന്നിട്ട് ഇവിടെ ഇതാണ്, ഇവിടെ പോയിട്ട് സോ ഇതാണ് ഇവിടെ പോയിട്ട് ഇനി നമ്മുടെ ഫോണില്ലേ, ഫോണിൻ്റെ ഈ റിംഗ് ഭാഗമില്ലേ, ഈ റിംഗ് ഭാഗം വന്നിട്ട് ഇവിടെ ഫിക്സ് ചെയ്താൽ തീർന്നു. സീ ഹൗ സൂപ്പർ ദിസ് ഈസ്. സാധനം ധൈര്യം മേടിക്കാം. എനിക്ക് പറ്റിയ അബദ്ധമാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡെമോ കാണിച്ചത്. ഇറ്റ്സ് എ ഗുഡ് വൺ, യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. സോ ജിമ്മിൽ മാത്രമല്ല എവിടെ പോയാലും ഒരു മാഗ്നറ്റിക് സർഫേസ് ഉണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്തിട്ട് സൂപ്പറായിട്ട് വീഡിയോ ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കൂ, ദിസ് ആക്ച്വലി ഹെൽപ്സ്. കാര്യം അത്രയും വലിയ ട്രൈപ്പോഡും എൻ്റെ ഒരു ട്രൈപ്പോഡ് ഞാൻ കാണിച്ചത് അടുത്തുള്ളൊരു മേജർ ട്രൈപ്പോഡാണ്. സോ ഇതുപോലെ വലിയ വലിയ ട്രൈപ്പോഡ് ഇല്ലാതെ ചെറിയ എന്തെങ്കിലും വേണമെങ്കിൽ ദിസ് വിൽ ബി എ ഗുഡ് വൺ. ട്രൈ ദിസ്.